ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ആക്ച്വലി ഞാൻ ഇടാൻ പോകുന്ന വ്ളോഗ് എന്ന് പറയണത് ഞങ്ങൾ റീയൂണിയൻ അല്ല, പക്ഷേ എന്നാലും റീയൂണിയൻ പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്ന കോളേജ് വെച്ച് നമ്മൾ മീറ്റ് ചെയ്തൊരു മീറ്റപ്പാണ്. ഞങ്ങൾ 5-6 ഫ്രണ്ട്സ് കൂടെ ചേർന്നിട്ടുണ്ട്. ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിത് വെറുതെ ആദ്യക്കൂട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തെ എൻ്റെ അച്ഛൻ്റെ മേമയുടെ വീടാണ്. അപ്പോൾ അവിടെ മയിൽ വന്ന് നിൽക്കുന്നതിൻ്റെ വീഡിയോ എടുത്താൽ കേട്ടോ. ഹലോ മക്കളെ, ഹലോ മാഡം. ഫോട്ടോ അല്ല, വീഡിയോ ആണ്. അയ്യോ, പിടിച്ച് ഫോട്ടോ എടുക്കാനും കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിച്ച ചിന്മയ മിഷൻ കോളേജ് കേട്ടോ. അതായത് നമ്മളെ ഗുരുവായൂർ അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ കൊച്ചു ഗുരുവായൂർ എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലം അതിനോട് ചേർന്നിട്ടുള്ളൊരു കോളേജും ആട്ടോ ചിന്മയ മിഷൻ എന്നാണ് പറയണത്. അപ്പോൾ ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൻ്റെയൊക്കെ തൊട്ട് അടുത്താണ് വരുന്നത്, തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ, ഞങ്ങൾ 3-4 ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ പോയതായിരുന്നു കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി തൊഴുതു, കുറച്ച് നേരം സംസാരിച്ചു. അതുപോലെ തന്നെ പ്രസാദം കിട്ടി, ചുണ്ടലെന്ന് പറയും കടലയുടെ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഫോട്ടോ സെഷൻ നടക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ആ ഒരു ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ കോളേജ് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡ് ഒരു ഗണപതിയുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു കൂൾ ബാറിൽ പോയിട്ട് ചെറിയൊരു ഫാലൂദയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ അവർക്ക് വിഷമമുണ്ടെന്ന് വെച്ച് പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പഴയൊരു ഓർമ്മ പുതുക്കൽ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ അതും. അപ്പോൾ ഇത് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് മുന്നിലോട്ട് വരുന്ന സമയത്ത് നീരാട്ട് ഗണപതി ക്ഷേത്രം പറഞ്ഞിട്ടൊരു ഗണപതിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ ഇത് വന്നിട്ടൊരു ഗ്രാമത്തിനകത്തുള്ള ഒരു അമ്പലമാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കേട്ടോ, താരേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയ ഭയങ്കര ഓർമ്മകളായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയാം. ഇവിടെ നിന്ന് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങളുടെ പഴയ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. അങ്ങനെ സത്യം കരഞ്ഞു പോയി, അതാ സത്യം. അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് ഈ ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്യണത് കേട്ടോ. ഇത് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിൽ ഉള്ള വീടിൻ്റെ ഫ്രണ്ടിൽ, അതും എൻ്റെ ഒരു വകയിലൊരു അച്ഛൻ്റെ കസിനായിട്ട് വരും. പുള്ളിക്കാരത്തിൻ്റെ വീടിൻ്റെ മുകളിൽ മയിൽ വന്നിട്ട് പീലി വിടർത്തുന്നതാണ് കാണുന്നത്. അപ്പം ഞാനും ഇതുവരെ നമ്മൾ വീഡിയോയിലല്ലാണ്ട് നേരിട്ട് പീലി വിടർത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇങ്ങനെ മയിൽ മുറ്റത്തൂടെ നടന്നു പോകാറുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ കുട്ടിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യും അമ്മ. പക്ഷേ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനും ആദ്യക്കൂട്ടിനും ആദ്യമായിട്ടാണ് കാണുന്നത് മയിലിങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത്. നേരിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു കൗതുകവും എന്തൊക്കെയോ ആയിരുന്നു. ഞാൻ ഓൺ വോയിസ് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ അമ്പലത്തിൽ വൈകുന്നേര സമയമായിരുന്നു, അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിൻ്റെ ശബ്ദം കാരണം ചിലപ്പോൾ ഇനി കോപ്പി റൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഓൺ വോയിസ് കൊടുക്കാണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ പീലി വിടർത്തി ആടുന്ന കാണാൻ. പിന്നെ അതിൻ്റെ വേറെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മയിൽ ആടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് 3 വട്ടം പീലി വിടർത്തി, പിന്നെ താത്തി, പിന്നെ വിടർത്തി, പിന്നെ താത്തി. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെളിയിലൊരു ഒരു ഫാമിലി ഫ്രണ്ടിനോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ പോയി മൊബൈൽ എടുത്തിട്ട് വരാണ്ട് മാത്രമല്ല ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, പീലി താത്തുന്നതാണ്, വിടർത്തുന്നത് തൊട്ട് താത്തുന്ന വരെയുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.